നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശാഖം നക്ഷത്രം 2025 വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവർക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 2025 വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ: തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ തൊഴിൽ രംഗത്ത് ഒരു നേട്ടം ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണുന്നുണ്ട്. കൂടാതെ ബന്ധുജനങ്ങളുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിവാഹാലോചനകൾക്ക് സാധ്യത വളരെ കൂടുതലായി വരുന്ന ഒരു വർഷമായിരിക്കും. അതായത് നിങ്ങൾ വിവാഹം നോക്കിക്കൊണ്ടിരുന്നു, നടക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്താൽ ഒരുപാട് ആലോചനകൾ വരികയും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. കടങ്ങൾ വീട്ടുന്നതിനും വീട് പണി ചെയ്യുന്നതിനും കൂടാതെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് വസ്തു സംബന്ധമായ നേട്ടം കാണുന്നുണ്ട്, വീട് സംബന്ധമായ നേട്ടം കാണുന്നുണ്ട്. കൂടാതെ കച്ചവടങ്ങൾ ചെയ്യുവാൻ സാധ്യത വളരെ കൂടുതൽ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലാഭമുണ്ടാകാൻ സാധ്യത. നിങ്ങൾ മനസ്സിൽ ഒരു വസ്തു വാങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരിക്കും, എന്നാൽ അതിൻ്റെ സാമ്പത്തികമൊന്നും ലഭിക്കാതെ വിഷമിച്ചിരുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ, അതായത് 2025 ആ ഒരു സാമ്പത്തികം കയ്യിൽ വരുവാനൊക്കെ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ബിസിനസ്സിൽ വലിയൊരു വിജയം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത ഈ ഒരു വർഷം കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ പൂർണ്ണമായും വിജയത്തിലെത്തിച്ചേരുവാനും അവരുടെ അംഗീകാരം ലഭിക്കുവാനും ധനലാഭം ഉണ്ടാകാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. വാഹനത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിക്കുകയും ആരോഗ്യപരമായി ചെറിയ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്ന വർഷമാണ്. അപ്പോൾ വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, അതായത് 2 വീലർ പോലുള്ള വാഹനങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ അടുക്കളയിൽ കൈകാര്യം ചെയ്യുമ്പോഴേക്കും അവിടെ നിന്നും ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കയറുക. കാൽ മുട്ടിന് താഴോട്ട് ക്ഷതമേൽക്കാനെല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്ന ഒരു വർഷമാണ്. വളരെ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉണ്ടാകുകയും അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ മൈൻഡ് ചെയ്യാതെ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു വഴക്കിന് പോകാതിരിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു നെഗറ്റീവായ അനുഭവമായിരിക്കും. അത് അവർ തമ്മിൽ നല്ല രീതിയിൽ ശത്രുതയിലാവാനെല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പൊതു സ്ഥലത്ത് വെച്ച് നിങ്ങളൊരാൾ അപമാനിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ നിങ്ങളവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മോശമായ അനുഭവം, അതായത് പൊതുരംഗത്ത് അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് വെച്ച് അപവാദങ്ങൾ കേൾക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഒരിക്കലും പ്രതികരിക്കാൻ നിൽക്കുന്നതും നല്ലതല്ല. കാരണം ഈ ഒരു വർഷത്തിൽ അങ്ങനെ ഒരു ദോഷകരമായ നെഗറ്റീവ് പരമായ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കും, പക്ഷേ ആളെ മറ്റൊരാൾ, വളരെ മോശമായ ഒരാൾ വന്ന് വെറുതെ കളിയാക്കുകയോ അല്ലെങ്കിൽ മോശമായ വർത്തമാനം പറയാൻ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അയാളോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മോശക്കാരനാകുവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബന്ധുജന ഗുണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞ ബന്ധുക്കളുടെ ആ ഒരു സഹായത്തോടു കൂടി നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരുപാട് ബന്ധുക്കൾ നമ്മളെ തേടി വരികയും നമ്മുടെ കൂടെ നിൽക്കുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പൊതുപ്രവർത്തകർക്ക് സമാനമായ, അതായത് ജനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതേ വ്യക്തികൾ തന്നെ ആ നേതാവിനെ അല്ലെങ്കിൽ അവരെ സഹായിച്ച ആളിനെ കുറ്റം പറയുവാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി വേണം സഹായിക്കാൻ. നാളെ നമ്മളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ ഇവരും പറയുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു.
നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാൻ സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. പ്രശ്നപരിഹാരങ്ങൾ തേടി ഒരുപാട് നിങ്ങൾ അലയുകയും അല്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, കൂടെ നിങ്ങളുടെ ഗുരുനാഥന്മാരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അങ്ങനെയെല്ലാം ചോദിച്ച് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാകാൻ സാധിക്കുക തന്നെ ചെയ്യും. വിനോദയാത്രകൾക്ക് പോകുവാനും കൂടാതെ തീർത്ഥയാത്രകൾക്ക് പോകുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാപരിപാടികൾ പങ്കെടുക്കുവാനും അതിൽ വിജയങ്ങൾ നേടുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേട്ടം ഈ ഒരു വർഷം കാണുന്നുണ്ട്. നിങ്ങളുടെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറയുന്നതിനും വേണ്ടി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ശിവഭജനം നടത്തുന്നത്, അതായത് ശിവഭഗവാന്റെ അഷ്ടോത്തരമോ അല്ലെങ്കിൽ സഹസ്രനാമമോ നിത്യവും ജപിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ മൂലമന്ത്രം, അതായത് ഓം നമഃ ശിവായ, ആ മന്ത്രമെങ്കിലും നിത്യവും ഒരു 108 ഏറ്റവും കുറഞ്ഞത് 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും, പരാജയങ്ങൾ വിജയങ്ങളായി മാറും. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വളരെ സ്മാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും അവർ നമ്മളെ അപമാനിക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാനോ നിന്നവരുടെ മുന്നിൽ വിജയിച്ച് ജീവിതത്തിൽ തലയെടുപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ ഈ ഒരു വർഷം കഴിയും. നിങ്ങൾ ഈ ഒരു വർഷം മഹാദേവനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും പുഷ്പാഞ്ജലികൾ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും.